ട്രംപും നെതന്യാഹുവും അടിച്ചു പിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഇൻഫോർമേഷൻസ് ഇസ്രായേലിൽ നിന്നും യുഎസിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കത് പരിശോധിക്കാം. അതുപോലെ ഇസ്രായേൽ ഇറാനെ ഇനിയും അറ്റാക്ക് ചെയ്യുമെന്നുള്ള ചില ഇൻഫോർമേഷൻസ് ഇസ്രായേലിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതും കൂടി നോക്കേണ്ടതുണ്ട്. അതുപോലെ ഹെസ്ബുള്ളയെ പേടിച്ച് ഇസ്രായേൽ അവരുടെ വെഹിക്കിൾസ് ഒക്കെ മോഡേണൈസ് ചെയ്തിട്ടുണ്ട്, പുതിയ ടെക്നോളജി ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ വെച്ച് തരാം, പക്ഷെ കണ്ടിട്ട് ആരും ചിരിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് അതും കൂടി കാണാം. അതുപോലെ ഹെസ്ബുള്ള ഇസ്രായേലിനെ അടിച്ച് ഒരു 12 ഇസ്രായേലി തീവ്രവാദികളൊക്കെ തീർന്നിട്ടുണ്ടെന്നുള്ള ഇൻഫോർമേഷൻസും പുറത്തു വരുന്നുണ്ട്. നമുക്ക് അതും കൂടി കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. അതുപോലെ നിക്കക്കള്ളിയില്ലാതെ നമ്മുടെ ട്രംപ് അണ്ണൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇറാൻ, ഇസ്രായേൽ, US ആ വാർ എന്ന് പറയുന്നത് സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് നമ്മുടെ ട്രംപ് അണ്ണൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കാര്യം നമുക്ക് വിശദമാക്കാം. ആദ്യം തന്നെ നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും റിലേഷൻഷിപ്പ് പ്രത്യേകിച്ചും സീസ് ഫയറിന് ശേഷം അത്ര സ്മൂത്ത് ആയിട്ടല്ല പോയിക്കൊണ്ടിരുന്നത്. കാരണം സീസ് ഫയറിന് ശേഷം ഇസ്രായേൽ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത് ഇനിയും ഇറാനെ അടിക്കണം, പല ഇൻഫ്രാസ്ട്രക്ചർ നേരെ അറ്റാക്ക് ചെയ്യണമെന്നായിരുന്നു ഇസ്രായേൽ നെതന്യാഹു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ US ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഒന്നും ചെയ്യില്ല, ശാന്തമായിരിക്കൂ എന്നാണ്. കാരണം അത്രയും പ്രഷർ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസിൽ നിന്നാവട്ടെ, അതുപോലെ തന്നെ US സിറ്റിസൻസിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ കാര്യം ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ ദ പാന്റഗൺ ഈസ് ലൈങ്,